ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നത്തെ ഡേ എന്താണെന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ ഡേയിലെ പരിപാടി എന്ന് വെച്ചാൽ കൂടുതൽ കാര്യങ്ങൾ അങ്ങനെ കാണിക്കാമെന്ന് വെച്ചാൽ കുറച്ച് അടുക്കള പരിപാടി അതൊക്കെ തന്നെ. കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഡെയിലി വ്ളോഗ് ചെയ്യുന്നുണ്ട്, ഞാൻ പറ്റുന്നതൊക്കെ അപ്ലോഡും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഡേ എന്ന് എഡിറ്റിങ്ങിന് സമയത്ത് അറിയത്തില്ല. അപ്പം ആദ്യത്തെ എൻ്റെ പണിയെന്ന് പറയുന്നത് ബെഡ്ഷീറ്റ് ഒന്ന് തട്ടിക്കുടയുക, ഒന്ന് നന്നായി വിരിക്കുക. ഓക്കെ, അപ്പോൾ അത് ചെയ്തിട്ട് കാണാം. ഓക്കെ, ഇപ്പോൾ ഞാൻ മെയിൻലി ഇപ്പോൾ കുറച്ച് പുതിയ ശീലങ്ങൾ കൊണ്ടുവന്നു. പ്രത്യേകിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് നൈറ്റ് ചിയ സീഡ്, അതായത് കസ്കസ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇതേപോലെ ഇട്ട് വെക്കണം. എന്നിട്ട് രാവിലെ കുടിക്കണം. വെയിറ്റ് ലോസിന് നല്ലതാണ്. അതേപോലെ തന്നെ നട്ട്സും അണ്ടിപ്പരിപ്പ്, ബദാം, ഉണക്കമുന്തിരി ഇതെല്ലാം വെള്ളത്തിൽ ഇട്ട് അതും കഴിക്കുക. അതിനുശേഷം ചായ കിട്ടിയില്ലെങ്കിൽ എന്തോ എനിക്കൊരു കംപ്ലീറ്റ് അല്ല, ചായ ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടി എന്നെക്കൊണ്ട് പറ്റത്തില്ല, ആ ഒരവസ്ഥയാണ്. അപ്പോൾ ഇന്ന് പരിപാടിക്ക് കഴിഞ്ഞിട്ട് കുറച്ചധികം പാത്രങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് കാണാം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം സ്പെഷ്യൽ. അപ്പം ഇവിടെ കുറച്ച് ഏത്തപ്പഴം ഇരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏത്തപ്പഴം ആദ്യം ബട്ടർ ഒഴിച്ചിട്ട് പഴം ഇടുക. അതിനുശേഷം തേങ്ങ ഇതേപോലെ ഒന്ന് വിതറിയിട്ടിട്ട് ശർക്കരയും അവിടെ ഇവിടെ ആയിട്ട് ഇടുക. നല്ല ടേസ്റ്റാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. നല്ലതെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ മറിച്ചും തിരിച്ചൊക്കെ കൊടുക്കുക. അപ്പോൾ അത് സെറ്റാകുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് കഴിക്കുക. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ്. ഒന്നും ഉണ്ടാക്കാൻ സമയമില്ല, പഴം വെറുതെ ഇരിക്കുന്നതെന്ന് ഓർത്ത് ആരും വിഷമിക്കേണ്ട. ബട്ടറും ശർക്കരയും തേങ്ങയും ഉണ്ടെങ്കിൽ, പഴവും ഉണ്ടെങ്കിൽ ഇതേപോലെ അടിപൊളി ഒരു ഈവനിങ് സ്നാക്കായിട്ടും എടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇതുപോലെ ഡെയിലി വ്ളോഗ്സ് വേണമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ നമുക്ക് ഒരിതായിട്ട് തോന്നും. ശേഷം മീൻകറി അടുപ്പത്ത് വെച്ചു. ഏകദേശം മീൻകറിക്ക് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിളച്ചൊന്ന് സെറ്റാകുമ്പോൾ മീൻകറി റെഡിയാവും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പം ഈവനിങ് ആയിട്ട് പയറ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പം അത് അടുപ്പത്തിരിക്കുകയാണ്. അതിനുശേഷം കുറച്ച് മാങ്ങ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉപ്പിലിടാമെന്ന്. നമ്മളെപ്പോഴും അച്ചാറായിട്ടില്ല കഴിക്കുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ഉപ്പിലിട്ട മാങ്ങ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ മാങ്ങ ഇടാമെന്ന്. ഞാൻ ഒരു റീല് കണക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്, എങ്കിലും ഞാനിപ്പോൾ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. പിന്നെന്തുണ്ട്, പിന്നെ എല്ലാവർക്കും സുഖം തന്നെ. ബാക്കി എല്ലാം ഓക്കെ, ഹാപ്പി ആയിട്ടില്ലേ പോകുന്നത്. അപ്പം ഇതുപോലെ ഇങ്ങനെ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വ്ളോഗ് ചെയ്യാൻ എനിക്ക് ഇൻട്രസ്റ്റഡ് ആണ്. പക്ഷെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാൻ ഇൻട്രസ്റ്റഡ് ആണോ അല്ലയോ എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഞാൻ കുറച്ചും കൂടെ എനിക്ക് വ്ളോഗ് ചെയ്യാൻ മോട്ടിവേറ്റഡ് ആവുന്നത്. അപ്പം ഞാൻ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് എത്രയെന്ന് പറഞ്ഞ് ചെയ്യപ്പം കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം മാങ്ങ അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് കാന്താരി മുളകും ഉപ്പും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒരു 4-5 ദിവസം കഴിയുമ്പോൾ നമ്മുടെ മാങ്ങ ഉപ്പിലിട്ടത് സെറ്റായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ മാങ്ങ സീസണൊന്നും അല്ല, എങ്കിലും നമുക്കിങ്ങനെ അച്ചാറൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ മാങ്ങ കിട്ടും. മരത്തിൽ നിന്ന് ഇപ്പം കുറവാണ്. പിന്നെ റംബൂട്ടാൻ ഇപ്പോൾ തീർന്നു, മാങ്ങ ഇപ്പോൾ തീർന്നു. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് വന്നിട്ട് നിസ്കരിക്കണം. അപ്പം ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഈ ഡേ എന്ന് മനസ്സിലായി, ഇത് ഫ്രൈഡേ ആണ്. കാരണം ഫ്രൈഡേ ആണ് ഞാൻ ഈ ഒരു പ്രെയറും കൂടെ ആഡ് ചെയ്തിട്ടുള്ളത്. എനിക്ക് പ്രെയറിൻ്റെ വീഡിയോ ഇടാൻ അത്ര താല്പര്യമുള്ളതല്ല, എങ്കിലും കുറച്ച് പേർക്കെങ്കിലും ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് കരുതിയാണ് ഇടുന്നത്. ആദ്യമേ ഞാൻ വ്ളോഗ്സിലൊന്നും പ്രെയറിൻ്റെ ഉൾപ്പെടുത്തില്ല. അത് നമ്മളും പഠിച്ചവനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം അത് അത്രയും പേഴ്സണലായിട്ട് പോകുന്നതിനോടാണ് എനിക്ക് യോജിപ്പ്. ഓക്കെ,
അപ്പം ഞാൻ വളരെ കുറച്ചായിട്ടുള്ള വിഷ്വൽസ് തന്നെ ഇടുന്നുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് വിശന്നപ്പം ആപ്പിൾ കഴിച്ച്. ചോറും കാപ്പിയൊന്നും കഴിക്കത്തില്ലോ എന്ന് നിങ്ങൾ വിചാരിക്കുക. അതൊക്കെ കഴിക്കുന്നുണ്ട്, ഒന്നിച്ചിരുന്ന് കഴിക്കുന്നതുകൊണ്ടാണ് അത് വ്ളോഗ് എടുക്കാത്തത്. കൂടുതലും നമ്മൾ സംസാരിച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ വീട്ടിലെ ബാക്ക് വ്യൂ. ഇത് എൻ്റെ വീടല്ല, പലർക്കും വ്ളോഗ്സിലുള്ളവർക്കൊക്കെ അറിയാം, മുമ്പേ ഉള്ളവർക്ക് അറിയാം. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ്. അപ്പം ഹസ്ബൻഡിൻ്റെ വീട്ടിലെ ബാക്കിലത്തെ വ്യൂ ആണ്. അപ്പം നല്ല രസമാണ്. അപ്പം ഇത് ഫ്രണ്ട് വ്യൂ ആണ്. മൊത്തം ഒരു പച്ചപ്പ് നിറഞ്ഞൊരു അവസ്ഥ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇതുപോലത്തെ വ്ളോഗ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്. അപ്പം പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.